ஸோ இன்னைக்கு வந்து பார்த்தீங்கன்னா லைவாக வந்து டைரெக்டாக வந்து ஒரு ஃபார்மரை விசிட் பண்ணி ஸோ அவங்களோட എക്സ്പീരിയൻஸை പറ്റി தெரிஞ்சுக்க പോகிறோം. ചെമ്മീൻ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഒന്നും അറിയില്ലായിരുന്നു. പ്രോബയോട്ടിക്സ് ഇല്ല, എയറേറ്റർ ഇല്ല, ഇത് ലോട്ടറി ലൈക്കാണ്. കിട്ടി പോയത്. ഇറ്റ് വാസ് എ പ്രോഫിറ്റബിൾ ബിസിനസ്. അനദർ 5 acre and then 3 more acre. Total now I have got 17 acres. ஹாய், உலகங்களுடைய வணக்கங்கள். ஸோ தொடர்ந்து நம்ம சேனலில் வந்து பார்த்தீங்கன்னா அக்குகள் சம்மந்தமான வீடியோ பதிவிட்டு இருக்கோம். ஸோ இன்னைக்கு வந்து பார்த்தீங்கன்னா லைவாக வந்து டைரெக்டாக வந்து ஒரு ஃபார்மரை விசிட் பண்ணி ஸோ அவங்களோட எக்ஸ்பீரியன்ஸை பற்றி தெரிஞ்சுக்க போகிறோம். ஸோ வாங்க வீடியோ பதிவை பார்க்கலாம். அண்ட் இந்த ஃபார்ம் எங்கே இருக்குன்னு பார்த்தீங்கன்னா கேரளாவில் கொடுங்கூர் பக்கத்தில் நோரணமங்கலம் என்ற ஊரில் இருக்குது. ஸோ டைரெக்டாக வந்து ஃபார்மரை விசிட் பண்ணி ஸோ அவங்களோட எக்ஸ்பீரியன்ஸ் வந்து நம்ம தெரிஞ்சுக்க போகிறோம். வாங்க வீடியோ பதிவுக்குள்ளே போகலாம். அண்ட் அதுக்கு முன்னாடி என்னுடைய சேனலை வந்து சப்ஸ்கிரைப் பண்ணிக்கோங்க. அப்போ தான் இது போல் ஒரு பதிவு வந்து உங்களுக்கு வந்து சேர்ந்தடையும். லெட்ஸ் கோ டு தி வீடியோ. ஸோ வந்து பார்த்தீங்கன்னா நம்ம சொன்ன மாதிரி வந்து பார்த்தீங்கன்னா கொடுங்கலூரில் இருக்கிற ஃபார்ம் ஓனரை வந்து மீட் பண்ண போகிறோம். ஸோ மிஸ்டர் சுதாகர். ஸோ வாங்க அவங்களோட சக்ஸஸ்ஃபுல் ஸ்டோரி பற்றி தெரிஞ்சுக்கலாம். சார் உங்களை பற்றி சொல்லுங்கள். നമസ്തേ എല്ലാവർക്കും. ഞാൻ സുധാകരൻ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എൻ്റെ വീട്. സ്ഥലവും ഫാമും അവിടെ തന്നെ അടുത്ത് തന്നെയാണ്. ഞാൻ ഇപ്പോൾ 76 വയസ്സായി. ഏർലിയർ ഞാൻ അക്വാകൾച്ചറുമായിട്ട് ക്വാളിഫൈഡോ അതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ UAE ഫിജറായ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗവൺമെന്റിൽ സീനിയർ പോസ്റ്റ് വർക്ക് ചെയ്യുകയായിരുന്നു. അവിടുന്ന് പക്ഷേ ഇന്ത്യയെ പറ്റിയുള്ള കൺസേൺ, ഇന്ത്യയുടെ രാഷ്ട്രീയക്കാർ കള്ളന്മാരും അഴിമതിക്കാരും തൻകാരി പ്രമാണിമാരും ആവുക, നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സർക്കാർ വീണു പോവുക, ജാതി മതം ഒക്കെ രാഷ്ട്രീയക്കാർ നമ്മളെ ചിഹ്ന ഭിന്നമാക്കുന്ന വിധത്തിൽ നമ്മളെ പറയുക, അതിലൊക്കെ ഞാൻ വല്ലാതെ കൺസേൺഡ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നായിരുന്നു. അങ്ങനെ ഒടുവിൽ ഞാൻ ഒരു അതിനെപ്പറ്റി ചിന്തിച്ച് 1996 ഒരു ബുക്ക് എഴുതി, ഇന്ത്യൻ ഡെമോക്രസി പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. എവരിബഡി ടെൽസ് അബൌട്ട്, എല്ലാവരും പ്രോബ്ലംസ് മാത്രം പറയുന്നു, ഞാൻ അതിന്റെ സൊല്യൂഷൻസ് കൂടി എങ്ങനെ ചെയ്യാം, എന്തുകൊണ്ടെന്നുള്ളത് കൂടി ബുക്ക് എഴുതി. ദാറ്റ് ഐ കോൾ, ഞാൻ അതിനെ ഗ്രേറ്റ് ഇന്ത്യ ഐഡിയൽസ് എന്ന് പറയും. അപ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്ത് ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യണം തോന്നി. പുറത്തു നിന്നാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ പേരിൽ നാട്ടിൽ വരാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഇൻകം ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയക്കാരെ പോലെ കൈക്കുരു വാങ്ങിക്കുന്ന ആളായി മാറണം. അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഒരു ബ്രോക്കർ വന്നിട്ട്, ഞാൻ റിയൽ എസ്റ്റേറ്റും കോക്കനട്ട് ഷീറ്റും ഒന്നും എടുക്കാതിരുന്നപ്പോൾ ചെമ്മീൻ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഒന്നും അറിയില്ലായിരുന്നു ചെമ്മീൻ കൃഷിയെ പറ്റി. ചാടി പിടിച്ചു. അതിനൊരു കാരണമുണ്ട്. ഒരു 1976 or so, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, I had read an article on MPDA's first monoculture at Vallarpadam of monodon. Yeah, I had just read it and left it because I was not connected with that one. But then after I thought, then I had thought, these brackish water marshy lands are there in this village where I am living, and it will be a good for the generation of employment and wealth for the nation. ഇവിടെ monodon culture ചെയ്തായിരുന്നു. Yeah. നിങ്ങൾ தான் ഫസ്റ്റ് ഇവിടെ തുടങ്ങി? No. The monodon culture, it was there, the traditional way. There were many farmers here doing it. ഒരുപാട് ട്രഡീഷണൽ വേയിൽ അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നു ആൾക്കാർ. ദാറ്റ് ഇസ് ഫിൽട്രേഷൻ. ബട്ട് സയന്റിഫിക് ഫാമിംഗ് വാസ് നോട്ട്. സയന്റിഫിക് വേയിലുള്ള ഫാമിംഗ് കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ദർ വർ 1-2 ഫാർമേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കൊല്ലം ഭാഗത്ത് കുറച്ച് ഫാർമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഇൻ എ വെരി ലോ, അതൊരു ലോ ലെവലിലുള്ള കൃഷിയായിരുന്നു. അത് മാറി സയന്റിഫിക് വേയിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ഞാനും അതേ സമയത്ത് കുറേ ആൾക്കാർ ഇറങ്ങി. ആ സമയം കാര മൊണോഡോൺ വാസ് എ ക്രേസ് ആയിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഞാനും കാരയിലേക്ക് ഇറങ്ങി. പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ചെമ്മീൻ കൃഷി. അതെ. പക്ഷെ അതിന്റെ പൊട്ടൻഷ്യലിനെ പറ്റി എനിക്ക് അറിയാമായിരുന്നു. കൃഷി രീതികളെ പറ്റിയോ അതിന്റെ സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പഠിക്കാനുള്ള സമയവും കിട്ടിയില്ല. അപ്പോൾ എനിഹാവ് നമുക്ക് ഇവിടെയുള്ള ഒരു നല്ല മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു. എനിക്കൊരു കൺസൾട്ടന്റ് പോലെ, പെയ്ഡ് കൺസൾട്ടന്റ് അല്ല, ആട് ഹെൽപ്പ് ചെയ്തിരുന്നു.
ഫ്യൂച്ചറിൽ അവരുടെ സ്റ്റുഡൻസിനൂടെ പഠിക്കാനുള്ള വന്ന് റിസർച്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കൾച്ചർ ഒന്നും അറിയില്ലാതെ തുടങ്ങി 45-50 days എങ്ങാണ്ട് ആയപ്പോഴേക്കും വാട്ടർ ക്വാളിറ്റി അല്ല, അന്ന് പ്രോബയോട്ടിക്സ് ഇല്ല, എയറേറ്റർ ഇല്ല. ഇത് അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ ഇത് നിങ്ങളുടെ ഓൺ ലാൻഡ് ആണ്? ഓൺ ലാൻഡ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ അതിനു വേണ്ടി പർച്ചേസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ചെയ്തതാണ്. That is 98 I purchased the land. 99 end of 99 I started the first culture. ആദ്യത്തെ കൾച്ചർ 99 അവസാനം തുടങ്ങി. That is December, early January or end of the December, it was infected with the white spot syndrome virus. Monodon culture. But it was not really, the starting was not white spot syndrome, because the degradation of the water quality and the pond quality, because there was, it was a closed system I was doing as the consultant had told. But at the time there was no aeration, no probiotics available in the market. So I was not knowing about it. So it was a disastrous failure for me, because it was being the first culture, initial business, how much the growth was very good. By this 50 days or so, 51 days or so, it was 15 average 15 grams or 15 grams. 50 grams. So then it's a good culture, no? Yeah, more than 10 grams and 15 grams in between 15 grams. It was a very good culture. But so even though it's white spot, it got a good culture. but unfortunately, the good growth I got, but I was not knowing the problems about the white spot, how it will shrimps will die. I was not knowing about that one. It's difficult to marketing also. The consultants told me that if it was not initially it was not white spot, no, because of the some bacterial disease was there, and oxygen deficiency was there, degradation of the water quality was there. So I asked him why when I saw the mortalities and weakness, I asked them, why is it a viral or bacterial disease? They told it is not viral yet, it is bacterial. So I told her, so we can treat it. Yes, we can treat, but there will be some mortalities. I told no problem. Let 50% go. Still, I want to save the remaining. So they told they will bring some medicines, and at that time there was no internet facilities and mobile facilities. Was just in the initial stage only. They wrote to Hyderabad, some firms, and by the time the medicine reached here, I think it may be an antibiotic. I don't know yet. I did not get time to administrate. By the time the animals were not taking feed at all. So they just dead and. Nobody knows about white spot syndrome and how it's. They were knowing, but I don't know that. I am the first time without knowing anything. So അതുകൊണ്ട് സോറി അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ ഇത് ചത്തുപോയി, ഏതാണ്ട് എല്ലാം ചത്തുപോയി, വളരെ കുറച്ച് മാത്രം എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ നെക്സ്റ്റ് കൾച്ചർ ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഐ ലേൺഡ് ആൻഡ് ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. തുടങ്ങിയപ്പോ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കിട്ടി, പിന്നെ എക്സ്പീരിയൻസ് നെക്സ്റ്റ് failure disastrous failure. Then after I learned myself, and next culture I succeeded with a very good crop. I harvested in the month of July. Next culture monodon. It was monodon only at that time, 98, 99, that time it was 2000, 2005, that is monodon only here. Okay. And it was a lottery like experience in the beginning. Ups and downs, failures, white spots, growth problems, but it was a profitable balanced. It was a profitable business. I made some profit, and I expanded my land from the first. Initially, I took 7 acres land, and then I purchased this land I purchased for the purpose, and then I purchased another 5 acre, and then 3 more acre. Total now I have got 17 acres here. So you started with how many acres? 7 acres. 7 acres. 6.9 acres. How many acres you have now? Now 17 acres. 17 acres. 17 acres and 7-8 ponds and reservoir ponds, ETS, some facilities, everything I developed.
And then after, because of the lottery-like nature of the monodon culture, because we don't have the SPF seeds, and biosecurity is a bit difficult here because of the എല്ലാ ഫാമുകളും കേരളത്തിലെ എല്ലാ ഫാമുകളും നമ്മളെ ക്രീക്ക് വാട്ടറിനോട് ചേർന്നുള്ള ഫാമുകളാണ്. നമ്മുടെ ആന്ധ്ര തമിഴ്നാട്ടിലെ പോലെ ക്രീക്കിൽ നിന്ന് അകന്നല്ല. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ബയോസെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊരു ലോട്ടറി ലൈക്ക് സംവിധാനമായിരുന്നു. ലോട്ടറി ലൈക്കായിരുന്നു. കിട്ടി പോയത് കുറച്ചൊക്കെ നമുക്ക് കുറെയൊക്കെ മാനേജ് ചെയ്തു. അപ്പോ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള വാട്ടറിന്റെ സലിനിറ്റി എന്താ നമുക്കിവിടെ ഇൻ ദ സമ്മർ ഇറ്റ് വിൽ ബി അപ് ടു 25. അപ്പൊ നിങ്ങൾ തുടങ്ങിയപ്പോ ആ സമയത്ത് ഇറ്റ് വാസ് 20 about 15-20 at the beginning. Then after it increased, and in the rainy season from June also onwards, it will go down to near zero. Near zero. Next 6 months up to November, it will be near zero. Then it's come up. Then after the rains, the sand will start to climb up. This is a challenge you are managed with. Yeah, we have so animal can tolerate. We can learn to manage it. No, two way. One, the Vanami can and monodon also can tolerate. Have you added any minerals like? Yeah, we the rainy season we may have to the dolomite like things, and sometimes some minerals we may need to add. But otherwise, it is all right. What we do, we will not allow the sudden change. ഒരു പെട്ടെന്നൊരു pH or salinity change ഞങ്ങൾ അനുവദിക്കില്ല. When the rain starts, we'll keep it. Also, we are always no exchange, zero exchange culture we are doing. So, whatever the rain falls in നമ്മുടെ ഫാമിലേക്ക് വീഴുന്ന വെള്ളം മാത്രമല്ലേ, അപ്പോൾ ഗ്രാജുവൽ ആയിട്ട് ഡൈല്യൂട്ട് ആവുള്ളൂ. Still, even in the September time also, there will be 5 ppt salinity. That is sufficient for Vanami and monodon to grow. So we are managing it, and only threat is in the winter season. When that is now December, January, when it is cool, the white spots becomes virulent, and similarly in the July, August time when the rain. So in the winter season, that's why we are doing the dry out. No, we after the culture, after the culture, that December, January, usually it is no culture season. That is, we will time the stocking. We are preparing for the dry out for like 1 month, 2 months. Which Let's see. We will time the culture stocking so that we will be able to harvest, reach a decent size, harvestable size, same 15-20 grams at least. By December 15, by December end. And if the disease comes, we will harvest and get out. But if we can manage, if we succeed, ഞങ്ങളത് ആ ഡിസീസ് നമ്മൾ ബാധിക്കാതെ നമ്മൾ മാനേജ് ചെയ്താൽ വിൽ പ്രൊലോങ് ചെയ്യും കൾച്ചർ അപ് ടു ജനുവരി ഫെബ്രുവരി, ആൻഡ് വിൽ നമ്മൾ ഒരു ഹയർ കൗണ്ടിൽ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഏത് മന്തിൽ പിന്നെ നിങ്ങൾ അപ്പോ ഇത് രോഗം വന്ന് നേരത്തെ ഹാർവെസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്, മിക്കവാറും പോൺസ് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ പിന്നെ 1 മാസത്തോളം 1.5 മാസം ഡ്രൈ ജനുവരി 15 to February അങ്ങനെ. Problem is here in Kerala, we cannot dry our ponds like തമിഴ്നാട്ടിലെ ഡ്രൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മളുടെ പോണ്ടുകളെല്ലാം സബ് ടൈഡൽ ലെവൽ പോൺസ് ആണ്. സോ ദർ വിൽ ബി എ വെറ്റ് ലെയർ അണ്ടർ. അപ്പൊ നിങ്ങൾ ഏത് ലൈം എല്ലാം അടിക്കും? ലൈം അടിക്കും. ലൈം ഇപ്പൊ കാര്യം ഞങ്ങൾക്ക് വെറ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മളിവിടെ ശീലിക്കുന്നത്. നോട്ട് ഡ്രൈ പ്ലവ്. വി കനോട്ട് ഡു ദാറ്റ്. നമുക്ക് ഡ്രൈ ചെയ്ത് പ്ലവ് ചെയ്ത് അതിവിടെ കേരളത്തിൽ കേരളത്തിലെ ഒട്ടുമുക്കാലും ഫാമുകളിൽ അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം വി ആർ ഇൻ സബ് ടൈഡൽ ലെവൽ പോൺസ് ആൻഡ് ഹൈലി മാർഷി ലാൻഡ്സ്. സോ വി ആർ പ്രാക്ടീസിങ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വെറ്റ് പ്രിപ്പറേഷൻ കൾച്ചറാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രൈയിങ് എന്നുള്ള തമിഴ്നാട്, ആന്ധ്ര ഭാഗത്ത്, ഗുജറാത്ത് ഭാഗത്തുള്ള ആ ഒരു പ്രാക്ടീസ് നമുക്കൊരു ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ആ സമയത്ത് വെള്ളം കയറ്റി ഇറക്കി ഒന്ന് റിജുവിനേഷന് വേണ്ടി അനുവദിക്കും. അപ്പം നമ്മുടെ പ്രകൃതി എന്നുള്ള ടൈഡൽ വാട്ടേഴ്സ് brings in more minerals and cleans our pond. That's what we are doing. So we cannot go at a very high densities like Tamil Nadu and Andhra. So how much you are preferring here stocking density? We had been trying up to 70 pieces per square meter. Okay, 70. Is where try ചെയ്തിരുന്നു.
60 അനുവദിക്കുള്ളൂ എങ്കിൽ വി ഡു പാർഷ്യൽ ഹാർവസ്റ്റ്.